ആരോപണം. ജനങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു പരാതി. സാധാരണ നമ്മൾ മക്കളെ എല്ലാവരും മോനെ നുണ പറയരുത്, മോനെ ഒരിക്കലും നുണ പറയരുത് എന്നാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത്. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ ഇപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു, ദയവേത് മോൻ സത്യം പറയരുത്. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇന്നസെൻസ് ആണ്. എന്തായാലും ഇപ്പൊ അടുത്ത പരാതി തന്നിരിക്കുന്ന താങ്കളുടെ മാതാപിതാക്കളാണ്. നാട്ടുകാരുടെ മുന്നിൽ മുഴുവൻ ഇദ്ദേഹം വളരെ സത്യസന്ധമായിട്ടുള്ള പല കാര്യങ്ങളും വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോ തുണി ഇടാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര കരച്ചിലാണ് വീട്ടില്. അല്ല ഇപ്പൊ എന്താണ് ഇപ്പൊ വേണ്ടത്? അല്ല വേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിനിപ്പോ എന്താണ് ഇപ്പം അവർക്കൊരു നാണക്കേടില്ലാത്ത ചെയ്യണം. അതെന്താന്ന് വെച്ചാൽ ചെയ്യാം. നിങ്ങൾ കോടതി പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്ര സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ഒരാളെ ശിക്ഷിക്കാനായിട്ട് ഒരു കോടതിക്കും സാധിക്കില്ല. ആ പരാതി തള്ളിപ്പോയി, അടുത്ത പരാതി പറഞ്ഞു. ഞങ്ങളൊക്കെ കഞ്ഞു പിടിച്ച് പോകുന്ന അങ്ങനെ പെട്ടെന്ന് തീരുമല്ലോ എല്ലാ പരാതിയും. പരാതിയായിട്ട് എത്തിയിരിക്കുന്ന മറ്റാരുമല്ല, ബഹിരാകാശ യാത്രികയായ വീണ മുകുന്ദൻ. ബഹിരാകാശ യാത്രികയായ വീണ മുകുന്ദൻ. കേട്ടിട്ടുണ്ടോ അങ്ങനൊരു പ്ലൂട്ടോയിലാണോ? നിന്റെ കാര്യമല്ലേ പറഞ്ഞു? അയ്യോ സോറി, അയ്യോ ജഡ്ജിയുടെ കാര്യമല്ലേ പറഞ്ഞത്. ഞാൻ വീണ മുകുന്ദൻ പറഞ്ഞ വേറൊരു ആങ്കറിന്റെ കാര്യം. എന്താന്ന് വെച്ചാല് ബഹുമാനപ്പെട്ട പൺകോടതി അറിയാൻ വേണ്ടിയിട്ട് 10 സുന്ദരികളും ധ്യാനും എന്ന ഞാൻ അവതരിപ്പിച്ച പരിപാടിയിൽ 10 സുന്ദരികൾക്കിടയിൽ ധ്യാൻ എന്നെയാണ് ഏക സുന്ദരിയായി തെരഞ്ഞെടുത്തത്. അപ്പോ അതിനുശേഷം ധ്യാൻ പിന്നീട് ഒരിക്കലും തന്നെ കാണാനോ തന്റെ ഇന്റർവ്യൂവിൽ ഇരിക്കാനോ വന്നിട്ടില്ല. പുകഴ്ത്തി പറഞ്ഞ് തന്നെ ഒതുക്കി കളഞ്ഞു എന്നാണ് കോടതി മുൻപാകെ ഞാൻ സമർപ്പിക്കുന്ന പരാതി. അവളെ കേരള ജനതയാണ് ഒതുക്കി കളഞ്ഞത്. പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ഈ വീണ മുകുന്ദനെ കണ്ടിട്ട് എങ്ങനെ നിങ്ങളെ സുന്ദരിയായിട്ട് താരതമ്യം ചെയ്തു? ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. ഇതിനുള്ള മറുപടി ജഡ്ജി തന്നെ തരുന്നു. ജഡ്ജിനെ ആദ്യം പിടിച്ചു വിട്ടിരിക്കുന്നു. സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ ചേച്ചി, ഇത് ഇപ്പൊ അവസാനിപ്പിക്കുന്നതാണ് ചേച്ചിക്കും നമുക്കും നല്ലത്. സത്യസന്ധമായി പറയണമെന്ന് പറഞ്ഞു. കോടതി മുൻപാകെ നമ്മുടെ പ്രിയപ്പെട്ട വീണയെ കുറിച്ച് എന്തെങ്കിലും സത്യം തുറന്നു പറയാനുണ്ടോ? വീണയെ കുറിച്ചോ? എന്തിനാണ് വെറുതെ ഇരിക്കണേ? എനിക്ക് ജഡ്ജി മിണ്ടാണ്ടിരിക്കും. വീണയെ കുറിച്ചല്ലേ പറയുന്നത്, നിങ്ങളല്ലല്ലോ പറഞ്ഞോട്ട്. വീണ നല്ലൊരു സുന്ദരിയാണ്, സുശീലയാണ് പറ. അല്ല എനിക്ക് വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇൻട്രോ ഒക്കെ തന്നെ എന്തൊരു ഇൻട്രോ ആയിരുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് വീണയെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തിരിച്ച് ധ്യാനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു ധ്യാൻ. ഐ ലവ് യു ടു. അപ്പൊ നമുക്ക് പണിഷ്മെന്റ് കൊടുക്കണ്ടേ? പണിഷ്മെന്റ് കൊടുക്കണം. ആ പണിഷ്മെന്റ് ആണ് ആരാധകർക്കായി ഒരു പാട്ട് പാടുക എന്നുള്ളത്. അതെ. ഏത് പാട്ടെന്നാണോ? കരളേ കരളിന്റെ കരളേ കരളേ